അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വാർത്തയാണ്. വളരെ സംഭവമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ഈ ഒരു വാർത്ത നൽകുന്നത്. ഒരു ഉസ്താദ്, ഒരു പള്ളിയിലെ ഇമാമ് തൻ്റെ ഭാര്യയെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തി. അതേ തുടർന്ന് ഈ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത ഒന്ന് കണ്ടു നോക്കൂ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ. മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്, റിമാൻഡിൽ വിട്ടത്. 20-കാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. ഫോണിൽ വിളിച്ച് കാര്യം പോലും പറയാതെ തലാഖ് ചൊല്ലുകയായിരുന്നുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും അറിയില്ല. ചാനലിൽ വന്നു എന്നുള്ളത് കൊണ്ട് ഇതിന്റെ വാസ്തവം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ഇതിലൂടെ ഈ റിപ്പോർട്ടർ ചാനൽ പറയുന്നത് അബ്ദുൽ ബാസിത്ത് എന്ന പേരുള്ള ഒരു നിസ്കാര പള്ളിയിലെ ഇമാമായ ഒരു വ്യക്തി. അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവാഹം മറച്ചു വെച്ചുകൊണ്ട്, തനിക്ക് വേറൊരു ഭാര്യയുള്ള വിവരം മറച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം 20 വയസ്സുകാരിയായ മറ്റൊരു സഹോദരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരു വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്ക് തൻ്റെ ഈ രണ്ടാം ഭാര്യയുമായി ഇദ്ദേഹം വഴക്കുകൂടി, എന്തൊക്കെയോ ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഈ ഭാര്യയെ ഈ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുകയും പിന്നീട് ഫോണിൽ വിളിച്ച് രണ്ടുപേരും തമ്മിൽ കുറേ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ആ വാക്കുതർക്കങ്ങൾക്കിടയിൽ ഈ അബ്ദുൽ ബാസിത്ത് എന്ന പേരുള്ള ഇദ്ദേഹം, ഞാൻ നിന്നെ മുത്തലാഖ് ചൊല്ലിയിരിക്കുന്നു, 3 തൊലാഖും ചൊല്ലി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തൻ്റെ ഭാര്യയോട് പറയുകയും ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇനി സംസാരിക്കുന്നത് തന്നെ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യയെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കി. ഇത് കേട്ടപ്പോൾ ഈ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഷോക്കായി. അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും പിന്നീട് ഇവർ ഒരു വക്കീലിനെ ചെന്ന് കാണുകയും ആ വക്കീൽ ഈ ഉസ്താദിനെതിരെ പരാതി നൽകാൻ ഇവരോട് ആവശ്യപ്പെടുകയും അത് പ്രകാരം ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കിയെന്ന് പരാതി പറയുകയും, ഒരു ഭാര്യ ഉണ്ടായിരുന്ന വിവരം മറച്ചു വെച്ചാണ് വിവാഹം കഴിച്ചത്, അതിനുശേഷം എന്നെ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പരാതി നൽകുകയും അതേ തുടർന്ന് ഈ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ റിമാൻഡിലാണ് എന്നാണ് ഈ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു വെക്കുന്നത്. പിന്നെ കുറച്ച് ആ ഉസ്താദിനെ കളിയാക്കുന്നുമുണ്ട്. ഈ ഏത് നൂറ്റാണ്ടിലാണ് ഈ ഉസ്താദ് ജീവിക്കുന്നത്, നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും ഈ ഉസ്താദിന് അറിയില്ലേ, ഈ ഇദ്ദേഹത്തിന് അറിയില്ലേ, മുത്തലാഖ് ക്രിമിനൽ കുറ്റമാണ് രാജ്യത്ത്, അതൊന്നും അറിയാതെയാണോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് ഈ ചാനലിലൂടെ ഇവർ പറയുന്നത്. ഇതിലെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെങ്കിൽ ആ ഉസ്താദ് ചെയ്തത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല, തെറ്റാണ്, 100% തെറ്റാണ്. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാനും പറ്റില്ല. ഒരു ഭാര്യ ഉണ്ടായിരിക്കുക, ആ ഭാര്യ അറിയാതെ മറ്റൊരു വിവാഹം കഴിക്കുക, എന്നിട്ട് അവരെ പെട്ടെന്ന് മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുക. മുത്തലാഖ് ചെല്ലാൻ ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. മുത്തലാഖ് ചെല്ലേണ്ടുന്ന ഘട്ടം എന്നൊക്കെ പറയുന്നത് അത് അത്രത്തോളം വളരെ മോശമായ രീതിയിൽ തൻ്റെ ഭാര്യയെ കണ്ടെത്തുന്നു. ഇനി ഭാര്യയുമായി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ മുത്തലാഖ് ചെല്ലൽ ഇസ്ലാം അനുവദനീയമാക്കുന്നത് തന്നെ. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം മോശമായി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ 1 തലാഖ് അല്ലെങ്കിൽ 2 തലാഖ് മാത്രം ചെല്ലാനേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അതേക്കുറിച്ചൊന്നും അറിയാത്ത ആളാവില്ല ഇദ്ദേഹം. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഇവിടെ കാണുന്ന ചില സംശയങ്ങൾ. ഒന്ന്, ഒരു ഭാര്യ ഉണ്ടായിരിക്കുക, അത് മറച്ചു വെച്ചിട്ട് ഈ ഒരു സഹോദരി ഇദ്ദേഹം വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഒരാൾ വിവാഹം അന്വേഷിച്ച് വരുന്ന സമയത്ത് വീട്ടുകാർ ഒന്നും ചോദിക്കാതെ, ഒന്നും അന്വേഷിക്കാതെ, ഇദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ് എന്ന് അന്വേഷിക്കാതെ, ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കാതെ, ഇദ്ദേഹത്തിൻ്റെ വീട് കാണാതെ ഒരാൾ കല്യാണം അന്വേഷിച്ചങ്ങ് വരുമ്പോഴേക്കും അങ്ങ് കെട്ടിച്ചു കൊടുത്തു എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകളില്ലേ കാലഘട്ടത്തിൽ. എന്നിട്ട് സ്വന്തം വിവാഹം കഴിച്ചിട്ട് സ്വന്തം വീട്ടിലേക്കല്ല കൊണ്ടുപോയത്, വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ഒരു വിവാഹം നടന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നു. ഒരു പെൺകുട്ടി ആദ്യമായിട്ട് മാതാപിതാക്കൾ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയെ കെട്ടാൻ വരുന്ന ആളെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കില്ലേ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കില്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കില്ലേ? ഈ വിവാഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ വരില്ലേ? ഈ കുടുംബക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് കൂട്ടുനിന്നു, നാട്ടുകാരൊക്കെ കൂട്ടുനിന്നു എന്നാണോ ഇവർ പറയുന്നത്? അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നുന്നില്ലേ? അപ്പം ഇത് എന്താണ് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ നമ്മുടെ നാടുകളിലെ ചാനലുകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ്, ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേക്കും, ഒരു മദ്രസ അധ്യാപകൻ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഇമാമ് എന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങ് നെഗറ്റീവായി എന്തെങ്കിലും കണ്ട് പറയുക, എഴുതുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇത് ഈ ഉസ്താദിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അതിൽ ചില സംശയങ്ങൾ സ്വാഭാവികമാണ്. ഒരു ഭാര്യ ഉണ്ടായിരിക്കെ ആ ഭാര്യ ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നുണ്ട്.
അപ്പോൾ അത് മറച്ചു വെച്ച് ഒരു വാടക വീട്ടിലേക്ക് ഈ സഹോദരി വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, ഭാര്യയുള്ളത് ഈ സഹോദരി അറിഞ്ഞില്ല, കുടുംബം അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹമാണെങ്കിൽ വലിയ പ്രായമുള്ള വ്യക്തിയല്ല, ഇദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. ഈ സഹോദരിക്ക് 20 വയസ്സേ ആയിട്ടുള്ള ആദ്യ വിവാഹമാണ്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും തോന്നാം. അപ്പോൾ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ അതിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും ത്വലാഖ് എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പലപ്പോഴും ദേഷ്യം പിടിച്ചൊക്കെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും നമ്മുടെ നാവിലൂടെ അങ്ങനെ വന്നു പോകാൻ വേണ്ടി പറ്റില്ല. ഇസ്ലാം ഒരിക്കലും ത്വലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്, ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് വിവാഹബന്ധം വേർപിരിയുക, ഭാര്യ ത്വലാഖ് ചെല്ലുക എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ത്വലാഖ് വിവാഹമോചനമൊക്കെ ഇസ്ലാം അനുവദനീയമാക്കി എന്ന് ചോദിച്ചാൽ, നിർബന്ധ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ വിവാഹബന്ധം വേർപിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇസ്ലാം ത്വലാഖ് അനുവദനീയമാക്കിയത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതല്ലാതെ നമ്മുടെ ഭാര്യയെ തോന്നുന്ന സമയത്ത് ഉപേക്ഷിക്കാനുള്ള ലൈസൻസ് അല്ല ഈ ത്വലാഖ് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. സമാധാനപൂർണ്ണമായ കുടുംബജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും.